നമുക്കൊന്ന് ഡൽഹി വരെ കൂടെ ഒന്ന് പോയിട്ട് പോകണം. അത് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്നത് ഏത് തരത്തിലാണ് എന്നുള്ളൊരു ചോദ്യം ഒരു വശത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ പോലും അത് ആം ആദ്മി പാർട്ടിയുടെ രാഷ്ട്രീയ ഭാവിക്ക് പോലും സ്വാധീനിക്കുന്ന ഒരു വിഷയമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഈ സമൂഹ മാധ്യമങ്ങളിൽ ശക്തമാകുന്ന ഒരു ധ്രുവറാട്ടി സ്വാതി മലിവാൾ പോരിൻ്റെ രാഷ്ട്രീയം എന്നുള്ളതാണ്. തനിക്കെതിരെ നടത്തിയ വലിയ ശക്തമായിട്ടുള്ള ആരോപണങ്ങൾക്ക് സ്വാതി മലിവാളിന് ധ്രുവറാട്ടി മറുപടി നൽകിയിരിക്കുന്നു. നിശബ്ദനാക്കാൻ നോക്കണ്ട, എന്നെപ്പോലെ 1000 പേർ ഉയർന്നു വരും, കുറ്റവാളികൾ ഇരകളായി നടിക്കുകയാണ് ധ്രുവ് പറയുന്നു. ഇത് BJP നടത്തുന്ന ഗൂഢാലോചനയാണ് എന്ന് ധ്രുവറാട്ടി പറയുന്നു. ഒപ്പം സ്വാതി മലിവാൾ ഈ ആരോപണത്തിന് പുറകിൽ അങ്ങനെ തന്നെ നിൽക്കുകയും ചെയ്യുന്നു. ആം ആദ്മി പാർട്ടിക്കകത്ത് ഉണ്ടായ ഒരു വിഷയം അത് ഏറ്റെടുത്ത BJP നേതാക്കൾ പിന്നീട് അത് മറ്റൊരു തരത്തിലേക്ക് പോവുക, ഒരു ആഗോള ശ്രദ്ധ അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിൽ പോലും ആ രീതിയിൽ ശ്രദ്ധ കിട്ടുന്ന രീതിയിലേക്ക് അതിൻ്റെ ഒരു തലം മാറുന്നു. പക്ഷേ അതിനകത്ത് കൃത്യമായിട്ടുള്ളൊരു രാഷ്ട്രീയമുണ്ട്. ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആകെ പ്രതിസന്ധിയിലായി നിൽക്കുന്ന ഒരു സമയത്ത് എങ്ങനെ പ്രതിരോധിക്കുമെന്ന് അറിയാതെ നിൽക്കുന്ന സമയത്ത് കൂടിയാണ് ധ്രുവറാട്ടി അങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും ആം ആദ്മി പാർട്ടിയുടെ നാവായിട്ട് ധ്രുവറാട്ടി പറയുകയാണ് എന്ന് സ്വാതി മലിവാൾ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ പോലും അതിലൊരു വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയമല്ലേ? അല്ല, ഈ ധ്രുവറാട്ടി ഒരു അറിയപ്പെടുന്ന ഒരു ബ്ലോഗറാണ്, യൂട്യൂബറാണ്. അദ്ദേഹത്തിൻ്റെ ഇത് ഞാൻ കഴിഞ്ഞിടയ്ക്ക് നോക്കുകയായിരുന്നു. അദ്ദേഹത്തിന് 4.1 ബില്യൺ വീഡിയോസ് വ്യൂസാണ് മൊത്തത്തിലുള്ളത്. ഏതാണ്ട് അദ്ദേഹത്തിന് 2.25 മില്യൺ സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ള ഒരു വലിയ യൂട്യൂബറും ബ്ലോഗറും സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുമൊക്കെയാണ്. അദ്ദേഹം സാമൂഹ്യ രാഷ്ട്രീയ പരിസ്ഥിതി വിഷയങ്ങളിലാണ് അദ്ദേഹം കൂടുതലായും അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഏതായാലും അദ്ദേഹം ഇവിടെ പറയുന്നത് ഈ കുറ്റക്കാരിയായ ആൾ ഇരയായി വേഷം ചമഞ്ഞ് നിൽക്കുന്നു എന്നൊരാരോപണമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. അതായത് പെർപെട്രേറ്റർ പ്രിറ്റൻഡിങ് ടു ബി വിക്ടിം എന്ന തരത്തിലാണ്. പക്ഷേ ഇവിടെ നമ്മളിതൊരു കോടതിയുടെ പരിഗണനയിലുള്ളൊരു കേസാണ്. സ്വാഭാവികമായും അതിലെ പ്രതിക്ക് ജാമ്യം വീണ്ടും നിഷേധിക്കപ്പെടുകയാണ്. ഒരു റിമാൻഡ് കാലാവധി കഴിഞ്ഞു വീണ്ടും ജാമ്യം വേണം എന്ന ആവശ്യവും അദ്ദേഹം ത്രീസസാരി കോടതിയിലെത്തുന്നു. അത് അനുവദിക്കാനാകില്ല എന്ന് കോടതി കണ്ടെത്തുന്നു. 2-3 മറ്റു പ്രധാന കാര്യങ്ങളുണ്ട്. അതിനകത്ത് സംഭവത്തിന് പുറത്തുള്ള വീഡിയോ പുറത്തുവിട്ട ആം ആദ്മി പാർട്ടിക്ക് ഈ സംഭവം നടക്കുന്ന സ്ഥലത്തെ വീഡിയോയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് മറുപടി പറയേണ്ട ഒരു കാര്യമുണ്ട്. മെഡിക്കൽ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. അവരുടെ ശരീരത്തിൽ നീർക്കെട്ടുണ്ടായിരുന്നു, അടിവയറ്റിലേക്ക് ചവിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു ക്യാരക്ടർ അസാസിനേഷൻ ആണ് എന്ന വാദവുമായി സ്വാതി മലിവാൾ എത്തുകയാണ്. അപ്പോൾ സ്വാതി മലിവാളിനെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ ഈ ഘട്ടത്തിൽ രാജിവെച്ച് BJPയിലേക്ക് പോരുന്നെങ്കിൽ ഒരുപക്ഷെ ആം ആദ്മി പാർട്ടിക്ക് വലിയ നേട്ടമായിരുന്നു. പക്ഷേ അവർ പോയില്ല. അല്ലെങ്കിൽ അവർ പാർട്ടി വിട്ടെങ്കിലും അവർക്ക് നേട്ടമാണ്. പക്ഷെ അവർ ആം ആദ്മി പാർട്ടിക്ക് അകത്ത് നിന്ന് പൊരുതാൻ തീരുമാനിച്ചു എന്ന തീരുമാനം തന്നെ ആം ആദ്മി പാർട്ടിക്ക് ഒരു വിള്ളലുണ്ടാക്കി. എനിക്ക് തോന്നുന്നത് 7ാം ഘട്ടം വരെ അത് BJPക്കും സ്വാതി മലിവാളിനെ സംബന്ധിച്ചിടത്തോളം നല്ലത് ആം ആദ്മിക്ക് അകത്ത് നിന്ന് തന്നെ പൊരുതുന്നതായിരിക്കും സ്വഭാവം. അതിനുശേഷം എന്ത് രാഷ്ട്രീയ നിലപാടെടുക്കും എന്നുള്ളത് ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ഒരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആം ആദ്മി പാർട്ടിയോടൊപ്പം നിൽക്കാൻ ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികളൊന്നും തയ്യാറായിട്ടില്ല. കോൺഗ്രസ് വളരെ കൃത്യമായി അവരുടെ നിലപാട് പറഞ്ഞു. ആം ആദ്മി പാർട്ടിയെ തള്ളി പറഞ്ഞിട്ടില്ല. ഈ വിഷയത്തിൽ അന്വേഷണം നടക്കട്ടെ, അതൊരു പാർട്ടിയെ തള്ളി പറയുന്ന അവസ്ഥയിലേക്കല്ല. പവൻ ഖേര വളരെ കൃത്യമായി പറഞ്ഞു. പ്രിയങ്ക ഗാന്ധി കൃത്യമായി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്ത്രീകളെ ആക്രമിക്കുന്ന ഒരു വിഷയമാണെങ്കിൽ സ്ത്രീകൾക്കൊപ്പം നിൽക്കാനാണ് പാർട്ടിയുടെ നിലപാട്. നോക്കൂ, BJP ഇതിനകത്ത് കൃത്യമായിട്ടുള്ള ഇതൊരു വിഷയം നടക്കുന്നു, ആ വിഷയത്തിൽ അവർ സ്വാതി മലിവാളിനൊപ്പമാണ് എന്നാണ് അവർ പറയുന്നത്. ഒരു പാർട്ടി ശശി തരൂർ മാത്രമാണ് പറഞ്ഞത് അതിപ്പോ തർക്ക വിഷയമല്ല, അതിപ്പോ ചർച്ച ചെയ്യേണ്ടത്. പക്ഷെ മറ്റുള്ള ആളുകൾ പാർട്ടിയെ ഒന്നടങ്കം പ്രതിക്കൂട്ടിൽ നിർത്തുന്നത് അത് BJPയുടെ ഗൂഢാലോചനയാണ് എന്ന കാര്യത്തിൽ ഗൂഢാലോചന. പക്ഷെ അരവിന്ദ് കെജ്രിവാൾ അതിന് പോലും അദ്ദേഹത്തിന്റെ നിലപാട് പിന്നീട് മയപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അദ്ദേഹം പറഞ്ഞു അതിൽ ഒരു സത്യസന്ധമായ അന്വേഷണം നടന്ന് യഥാർത്ഥ വസ്തുതകൾ പുറത്തു വരട്ടെ. അതെ, അന്വേഷണം പുറത്തു വരട്ടെ. ആം ആദ്മിയും അതിനകത്ത് പറയുന്നത് ഇതിനൊരു ഗൂഢാലോചന അല്ല, പക്ഷെ അദ്ദേഹം ആ ഗൂഢാലോചന സിദ്ധാന്തം പിന്നീട് പിൻവലിച്ചുകൊണ്ട് അതിൽ ഒരു ഫ്രീ ആൻഡ് ഫെയർ ഇൻവെസ്റ്റിഗേഷൻ വരട്ടെ. ഏതെല്ലാം തരത്തിലുള്ള വിഷയങ്ങളൊക്കെയാണ് തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നത് നമുക്ക്